മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് 9 മാസം കഴിഞ്ഞു. ആശുപത്രി കെട്ടിടം ദുർബലം എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കിടത്തി ചികിത്സ നിർത്തിയത്. എന്നാൽ സാങ്കേതിക കുരുക്കിൽ തട്ടി പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചതുമില്ല. 100 കണക്കിന് രോഗികൾ ദിവസേന ആശ്രയിക്കുന്ന ആശുപത്രിക്കാണ് ഈ ദുർഗതി. സമരത്തിന് ഒരുങ്ങുകയാണ് ആശുപത്രി സംരക്ഷണ സമിതി. മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് എന്താണ് സംഭവിക്കുന്നത്? ദിനംപ്രതി 1000-ലധികം രോഗികൾ ഇവിടെ എത്തുന്നുണ്ടെങ്കിലും കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് 9 മാസം കഴിഞ്ഞു. ഇവിടുത്തെ പഴയ കെട്ടിടം അൺഫിറ്റാണ് എന്ന് റിപ്പോർട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ എന്ത് തുടർ നടപടി ഉണ്ടായി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഇപ്പോഴുമില്ല. 2024 പകുതിയോടെ അന്നത്തെ സൂപ്രണ്ട് താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം ദുർബലമെന്ന് റിപ്പോർട്ട് നൽകി. ഇതോടെ പുതിയ കെട്ടിടം പണിയുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് നഗരസഭയും പ്രഖ്യാപിച്ചു. പിന്നീട് ഒന്നും സംഭവിച്ചില്ല. കിടത്തി ചികിത്സ പൂർണ്ണമായും മുടങ്ങി. അപകടത്തിൽപ്പെട്ട ഒരാൾ വന്നാൽ പ്രാഥമിക ചികിത്സ പോലും നൽകാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യേണ്ട അവസ്ഥയാണ്. കെട്ടിടം പണി ആരംഭിക്കുകയാണെങ്കിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്ന് ആശുപത്രി സംരക്ഷണ സമിതിക്ക് മലപ്പുറം നഗരസഭ ഉറപ്പു നൽകിയതാണ്. ആ പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചില്ല എന്ന് മാത്രമല്ല, സർവത്ര സാങ്കേതിക തടസ്സം. ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ റമസാൻ കഴിഞ്ഞ് ഏകദേശം ബക്രീദ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിലൊരുപാട് സാമൂഹിക, ശാരീരിക, രാഷ്ട്രീയ അങ്ങനത്തെ എല്ലാ പ്രമുഖരുണ്ട്, ആളുകളുണ്ട്. അവരൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ശക്തമായ സമരവുമായി മുന്നോട്ട് പോയിട്ട് ഈ സ്ഥാപനം ഈ രോഗികൾക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തുന്നവരെ ഞങ്ങൾ സമരം എന്നാണോ അത് ഏർപ്പെടുത്തുന്നത് അതുവരെ ഞങ്ങൾ നിരന്തരമായിട്ട് കടുത്ത പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് പോകണം. പഴയ കെട്ടിടം പൊളിക്കുന്ന വിഷയമാണ് പരിഹരിക്കേണ്ടത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെട്ടിടം പൊളിക്കുന്നതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും DMO ആരോഗ്യവകുപ്പിനും റിപ്പോർട്ട് കൈമാറണം. കെട്ടിടം പൊളിച്ചാൽ പ്രവർത്തനം എങ്ങനെയെന്നതിൽ വ്യക്തത വേണം. ഈ ഫയലുകളെല്ലാം നീങ്ങി പുതിയ കെട്ടിടമാകുമ്പോഴേക്കും വർഷങ്ങളെടുക്കുമെന്ന് ഉറപ്പ്. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയുടെ അവസ്ഥയാണിത്. സീലിംഗ് ഒക്കെ വീണ് വാർക്ക് കമ്പിയൊക്കെ പുറത്ത് കാണുന്ന അവസ്ഥയാണ്. ഏത് സമയവും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് രോഗികളെ പോക്കും വരവുകളൊക്കെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറാവും കുറച്ചും കൂടെ നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനാണെങ്കിൽ ഇപ്പം തന്നെ ഈ അഡ്മിഷൻ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ നിർത്തുന്നതിൻ്റെ മുന്നേ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മാസത്തോളം ഈ ആശുപത്രിയിൽ കിടന്ന. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്, തൊട്ടടുത്ത മഞ്ചേരി മെഡിക്കൽ കോളേജിനെ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ. പുതിയ കെട്ടിടത്തിനായി കേന്ദ്ര ഫണ്ടായി 10 കോടിയോളം രൂപ 2021 ലഭിച്ചതാണ്. ഇതിപ്പോഴും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. സമീപത്തെ പഞ്ചായത്തുകൾക്കെല്ലാം ആശ്രയമാണ് മലപ്പുറം താലൂക്ക് ആശുപത്രി. ജനറൽ വിഭാഗത്തിലും ഗൈനക് വിഭാഗത്തിലുമായി മാസത്തിൽ 50ഓളം ശസ്ത്രക്രിയകൾ നടക്കുന്ന ആശുപത്രി. മലപ്പുറത്തെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയാണിത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവഗണന എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ വർഷവും കെട്ടിടം പണി പുനരാരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര ഫണ്ടായ 9 കോടി രൂപ ലാപ്സാകും എന്നുള്ളതാണ് അറിയുന്നത്. അതിന് ഇടവരുത്തരുത്. കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കണം. ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രോഗികളെ അയക്കുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ദയനീയമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ.